എമ്പുരാൻ ലോകമെമ്പാടും ഇന്നലെ പ്രദർശനം തുടങ്ങി. ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും. അതിനിടയിൽ അനാരോഗ്യപരമായ ചില പ്രവണതകൾ ആ സിനിമയ്ക്കെതിരെ വന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാത്തിരുന്ന് നമ്മളിതില്ലേ കണ്ണും നട്ട് കാത്തിരുന്നിട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയാണ് എമ്പുരാൻ. ഓണവും വിഷുവും ബക്രീദും ക്രിസ്മസൊക്കെ വരുന്ന പോലെ കാത്തിരുന്ന് വന്ന പോലെ ആ സിനിമ വന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലർ വാനോളം പുകഴ്ത്തി, മറ്റു ചിലർ മോശമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോഴും സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞ് എത്ര പേരുണ്ടെന്ന് ആലോചിക്കണം. അത് പറയാൻ കാരണം ഈ സിനിമ കാണാതെ പഴയ ഏതോ സിനിമയുടെ റിപ്പോർട്ടുകൾ എടുത്ത് ഇത് തല്ലിപ്പൊളി സിനിമയാണ്, മോശം സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരുണ്ട്. അവിടെ ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ ഈ സിനിമകളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണത്. ഞാൻ ഇന്നലെ രാവിലെ 9 മണിക്കുള്ള ഷോ കണ്ടു. ആ സിനിമ കണ്ട് ഞങ്ങൾ സത്യസന്ധമായി എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വീക്ഷണത്തിൽ ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എനിക്ക് കുറേ അഭിപ്രായങ്ങൾ വന്നു. ചിലർ ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണത്. ലൂസിഫർ ഞാൻ കണ്ടതാണ്, ആസ്വദിച്ചതാണ്. ആ ലൂസിഫർ കണ്ട് ആസ്വദിച്ചപ്പോൾ എനിക്ക് മാർക്ക് ഇടാൻ തോന്നിയ ഞാൻ 100 മാർക്ക് അതിന് കൊടുത്തു. ഒരു സിനിമയ്ക്കും ഫുൾ മാർക്ക് കൊടുക്കാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാനങ്ങനെ ഇട്ടുപോയി, എൻ്റെ രീതി അതാണത്. അതേ ടീം തന്നെ ചെയ്ത ആ സിനിമയാണ് എമ്പുരാൻ. ആ എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെത്ര മാർക്ക് കൊടുക്കുക ആ കൺഫ്യൂഷനായി. എനിക്ക് 50 മാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് വലിയ പ്രശ്നമായത്. അതിൽ ചിലരൊക്കെ ചോദിച്ചു, നീ ആരാടാ എമ്പുരാന് മാർക്കിടാൻ? നീ ആരാടാ മോഹൻലാലിന് മാർക്കിടാൻ? നീ ആരാടാ പൃഥ്വിരാജിന് മാർക്കിടാൻ? നീ ആരാടാ മുരളി ഗോപിക്ക്? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ചിലർ വിളിച്ചത്. ഞാൻ ചിരിച്ചു. കാരണം ഒന്നുകിൽ അവർ മോഹൻലാൽ ഗ്രൂപ്പിൻ്റെയോ അന്ധമായ വിശ്വാസം കൊണ്ടായിരിക്കാം, അത് അല്ലെങ്കിൽ സിനിമ കാണാതെ ഫാൻസിൻ്റെ പേരിലായിരിക്കാം. ഫാൻസ് മിക്കവരും കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഞാൻ മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ടില്ല, പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ടില്ല, മുരളി ഗോപിയെ കുറ്റം പറഞ്ഞിട്ടില്ല, ആൻ്റണി പെരുമ്പാവൂരിനെ കുറ്റം പറഞ്ഞിട്ടില്ല, അതിലാരെയും കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവരൊക്കെ ആദ്യത്തെ സിനിമ ലൂസിഫറിൻ്റെ ആൾക്കാരാണ്, മിടുക്കന്മാരാണത്. അതിലവർ മിടുക്കന്മാരാണ് തെളിയിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ താൻ സംവിധായകൻ്റെ മുൻനിരയിൽ എത്തി എന്ന് പൃഥ്വിരാജ് തെളിയിച്ചതാണ്. അതേ പൃഥ്വിരാജ് എമ്പുരാൻ ചെയ്തപ്പോൾ ആ വിഷയത്തിൽ അയാൾ പരാജയപ്പെട്ടു തോന്നിയപ്പോൾ എനിക്ക് മാർക്ക് കൊടുക്കേണ്ടി വന്നു. എന്നാൽ ലൂസിഫർ മേക്കിംഗ് കാര്യത്തിൽ നമ്പർ 1 എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എമ്പുരാണ് നമ്പർ 1. അപ്പം നമ്മൾ അങ്ങനെയാണ് മാർക്കിടുന്നത്. അപ്പം അതേപോലെ തന്നെ എന്താ മോഹൻലാൽ, നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ ലൂസിഫർ സിനിമ കാണുമ്പോഴെന്താ മോഹൻലാലിനെ കാണാൻ സുഖമുണ്ട്. മോഹൻലാൽ മണ്ണിൻ്റെ മണമുള്ള വേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അവിടെ നാട്ടിലേക്ക് ഇറങ്ങിയിരുന്ന ഷർട്ടും മുണ്ടും മുടുത്തുകൊണ്ടിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി, ആ സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമ്മൾ സ്വീകരിച്ചില്ലേ? സ്റ്റീഫൻ നെടുമ്പള്ളി സിനിമയിൽ ഉടനീളം ഉണ്ട് എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. ഇല്ലാത്ത സീനുകളിൽ പോലും സ്റ്റീഫൻ നെടുമ്പള്ളി നിറഞ്ഞു നിന്നിരുന്നു. എല്ലാത്തിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെയുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി രണ്ടാം ഭാഗത്തിൽ എന്തോ വലിയ സംഭവമായിട്ട് ഹുറേഷ് അബ്രഹാം എന്ന് വലിയ ഇൻ്റർനാഷണൽ കഥാപാത്രമായിട്ട് വരാൻ പോകുന്നു എന്ന ഹിൻഡ് നൽകിക്കൊണ്ടാണ് ആ 1ാം ഭാഗം സിനിമ അവസാനിച്ചത്. അന്നു മുതൽ ഈ സിനിമ കണ്ടവരും കേട്ടവരുമെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തായിരിക്കും. അപ്പോൾ ആ ഒരു വലിയൊരു ഇമേജ് നമ്മുടെ മുന്നിലുണ്ട്. അവരേറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സിനിമ, ഇതൊരു വലിയ സിനിമയാണ്, കോടാനുകോടികൾ. ഞങ്ങളതിൻ്റെ മുൻകൂർ അതിൻ്റെ പണം എത്ര കോടി മുടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സിനിമ കഴിയുന്നതിനനുസരിച്ചിട്ടാണ് അവർ എമൗണ്ട് ആയിട്ടുള്ളത്. അങ്ങനെ എടുത്തൊരു പടം, പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ പടം, മോഹൻലാലിൻ്റെ ജീവിതം ഇനി ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ പബ്ലിസിറ്റി കൊണ്ടാണ് ആ സിനിമ റിലീസ് ചെയ്തത്.
ആ സിനിമ റിലീസ് ശരിയാണത്. അതിൽ ലൂസിഫറിനെ പോലെ എല്ലാ ലൊക്കേഷൻസിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചിത്രീകരിച്ച്, ചൈന ചിത്രീകരിച്ചിട്ടുണ്ട്, ഇന്തോനേഷ്യ വന്നിട്ടുണ്ട്, അമേരിക്ക വന്നിട്ടുണ്ട്, സൗദി അറേബ്യ, അങ്ങനെ വിവിധ രാഷ്ട്രങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ ആ രാഷ്ട്രങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ആ രാഷ്ട്രങ്ങളിലും ഈ ഇവിടെ അബ്രഹാം കുക്രേഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതും, ആകാശത്തു കൂടി വരെ വിമാനത്തിലും മറ്റിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമായി മാറി മോഹൻലാലിൻ്റെ ഋഷി അബ്രഹാം എന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെയാണ് ലൂസിഫർ ആസ്വദിച്ച പോലെ എമ്പുരാൻ എനിക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയത്. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ അഭിപ്രായമല്ലേ. ഒരാളുടെ അഭിപ്രായം ഇന്നതായതുകൊണ്ട് ബാക്കി എല്ലാവരും ആകണമെന്നില്ല. ഇപ്പം ഞാൻ 100 മാർക്ക് കൊടുക്കുമ്പോൾ വേറൊരു അധ്യാപകൻ ആ പേപ്പർ മാർക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അതിന് 80 മാർക്ക് കൊടുക്കുള്ളൂ. അത് ഓരോരുത്തർ കയ്യിലുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന ഒരാളാണത്. അപ്പം അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും വിമർശനം പുതിയതും കാര്യമൊന്നുമില്ല, എന്ത് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ വർഷങ്ങളായി കേട്ട് ഡെയിലി ആരൊക്കെ എന്തെല്ലാം പറഞ്ഞു, തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഇവർക്ക് നേരിട്ട് വരാനുള്ള ചങ്കൂറ്റമില്ല, അല്ലെങ്കിൽ സ്വന്തം പേരിൽ വരാനുള്ള അഡ്രസ്സില്ലോ. ഇതൊക്കെ ചെറിയ ക്ലിപ്പ് വെച്ചിരിക്കുക. ശരിക്കും ഇവിടെ ഞാൻ അന്തസ്സായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്, എൻ്റെ അഭിപ്രായം ഇന്നതാണെന്ന് പറയുകയാണത്. ആ ചങ്കൂറ്റത്തിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾ കാണിക്കണം. നേരെ വാടാന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിയെങ്കിലും നിങ്ങൾ സ്വീകരിക്കണ്ടേ. ഞാൻ സിനിമ കണ്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ വെളുപ്പാങ്കാലത്ത് പോയി സിനിമ കണ്ടിട്ട് സിനിമയെ കുറ്റം പറയാൻ വേണ്ടിയല്ല സിനിമ കണ്ടിട്ടുള്ളത്. ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമ കണ്ടതെന്ന് ആലോചിക്കണം. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ, അതായത് ലൂസിഫർ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരിക്കലും ലൂസിഫറും എമ്പുരാനും ഒരു കമ്പയറിന് മുതിരുമായിരുന്നില്ല. ഇനി 3-ാം ഭാഗം വരുന്നു എന്ന് പറയുന്നുണ്ട്. 3-ാം ഭാഗം വരുമ്പോൾ നമ്മളെന്താ ഈ 1ഉം 2ഉം ഭാഗം നമ്മൾ തീർച്ചയായിട്ടും പറയും. അവിടെ 3-ാം ഭാഗം ഈ 1ഉം 2-നേക്കാൾ മികച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? 1ഉം 2-നേക്കാൾ 1-ാം ഭാഗം ഗംഭീരമായിരുന്നു, 2-ാം ഭാഗം കുറച്ച് മോശമായിരുന്നു, 3-ാം ഭാഗം 1-ാം ഭാഗത്ത് അതിഗംഭീരമായിരുന്നു എന്ന് അങ്ങനെ ആയെങ്കിൽ തീർച്ചയായും പറഞ്ഞിരിക്കും. ഇത് മനഃപൂർവ്വം അല്ല എന്നാലോചിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ സിനിമ കാണാതെ സിനിമയെക്കുറിച്ച് കുറ്റം പറയുന്ന ആ പ്രവണതയാണ് ഇന്നലെ വേറെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എത്രയോ പേര് ആ സിനിമയുടെ കഥ പറഞ്ഞു ചില തുടങ്ങി, ആ സിനിമ തുടക്കം പറഞ്ഞു, ആ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോൾ പൃഥ്വിരാജിനോടായാലും മുരളി ഗോപിയോടായും ഒരു റെസ്പെക്റ്റ് തോന്നാൻ കാരണം എന്താ പറയുക, അവരുടെ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ എത്ര കണ്ട് വിജയിച്ചു എന്നുള്ള കാര്യം വേറെ. പക്ഷെ അവരെടുത്ത ആ കണ്ടന്റ് പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകാതെ കറക്റ്റായിട്ടൊരു പോണമായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയം, ലോക രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന കള്ളച്ചുഴികൾ, ചൂതുകളൊക്കെ തന്നെ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഇന്നലെ പറഞ്ഞ ബി ജെ പി മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്, കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ നമ്മൾ കീറി മുറിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളും വർഗീയ ശക്തികളും തമ്മിൽ ചേരാൻ പാടില്ല എന്നുള്ളത് സത്യമാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന അവിശുദ്ധ കൂട്ടുകൾ ഉണ്ടാകുമ്പോൾ രാജ്യം തകർന്ന് തരിപ്പണമാകും എന്നൊരു ധ്വനി വളരെ വ്യക്തമായി പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും അടക്കമുള്ളവർ ഈ സിനിമയിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രം അതൊരു 100% മാർക്കിടാൻ ഞാൻ ഒരുക്കമില്ല. അതിൻ്റേതായിട്ടുള്ള -പോയിന്റ് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ മൈനസ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഈ ലൂസിഫറിന്റെ കഥാപാത്രം നമ്മൾ എടുത്ത് നോക്കുക. അതിൽ നിന്ന് എമ്പുരാനിൽ എത്തി നിൽക്കുമ്പോൾ ശോഭയോടെ അല്ലെങ്കിൽ പഴയതുപോലെ നിൽക്കുന്ന 1-2 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം അതേപോലെ തന്നെ, മോഹൻലാലിൻ്റെ കഥാപാത്രം അതിനേക്കാൾ താഴ്ന്നു നിൽക്കുന്നു. ടൊവിനോയുടെ കഥാപാത്രം വളരെ ട്വിസ്റ്റ് പോലെ വന്നിട്ട് പോകുന്നു. ഒരു ചേഞ്ച് വേറെ പെട്ടെന്ന് എടുത്ത് ചാടിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് ടൊവിനോയുടെ മുഖ്യമന്ത്രി പോകുന്നു. പക്ഷെ അതിന് കുറേ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇതെന്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ സിനിമ അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നല്ല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഒരാളാണല്ലോ. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ 2-ാം ഘട്ടമായി അവിടെയാണ് വേറൊരു പൊളിറ്റിക്സിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 5 വർഷം ഭരിച്ച് ഇങ്ങനെ ആയിരുന്നു, രണ്ടാമത് വന്നപ്പോൾ ഈ ചേഞ്ചസ്. അത് കേരള പൊളിറ്റിക്സ് ഇത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി വളരെ വ്യക്തമാക്കാനായിരുന്നു, ഏത് വിഷയവും സിനിമയ്ക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. ഏത് വിഷയവും സ്വീകരിക്കാം. രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ഒഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രാഷ്ട്രീയ സിനിമ ഉണ്ടാക്കാം. അവിടെ രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായിട്ടില്ലേ?
അതിമനോഹരമായ രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ ആരും എതിർത്തിട്ടില്ല. ചരിത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ എതിർക്കാൻ പോയത് എന്താ? ആ ചരിത്ര സിനിമകളിൽ അഭിനയിക്കുന്നത് ഏത് നടനാണ് അത് വന്നിരിക്കുന്നു. ഈ മുസ്ലിം നാമധാരിയായ നടനാണെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല, ഇപ്പോൾ ചില പ്രത്യേക കഥ, അതിനും പ്രശ്നമുണ്ട്. അത് വരുത്തി വെച്ചത് ആരാണ്? നമ്മളൊന്നുമല്ല. അതിങ്ങനെ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ബന്ധം കൊണ്ട് ഈ രാജ്യത്ത് വിഷവിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയാണെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അവർ നല്ല കണ്ടന്റ് കണ്ടെത്തി ആ കണ്ടന്റ് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തോ ഒരു അപാകത അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിമർശിക്കുമ്പോൾ സിനിമ കണ്ടിട്ട് വേണം വിമർശിക്കാൻ, അത് ഓർമ്മയിൽ വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ലൂസിഫറിന് ഞാൻ 100% മാർക്ക് കൊടുത്തത് എൻ്റെ അഭിപ്രായമാണ്. അത് ആര് എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ പിൻവലിക്കില്ല. എമ്പുരാന് 50% മാർക്ക് കൊടുത്തത് എൻ്റെ ഇതിൽ സത്യസന്ധമാണ്. അത് എത്ര ഭീഷണി ഉണ്ടായാലും ഞാൻ പിൻവലിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഈ മനോഹരമായ മേക്കിംഗ് സിനിമയാണ് എമ്പുരാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിനിമ നിങ്ങൾ കാണണം, വിമർശിക്കണം. നീ കണ്ടിട്ടേ വിമർശിക്കാൻ പാടുള്ളൂ.